പാട്ടുകളും പാരടിയൊക്കെ ഞാൻ പറയുന്നത് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നതിൽ സിനിമയ്ക്ക്, നാടകത്തിന്, പാരടിക്ക് ഒക്കെ അതിൻ്റെതായ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവർക്ക് ഒരു പരാതി കൊടുത്തോളൂ, ഇനി കേരളത്തിൽ ആരും പാട്ടിനെത്തില്ലെന്നാണോ? പാട്ടൊക്കെ ഇനി ഉണ്ടാവുന്നേ. ഇനി ഇതുപോലത്തെ വിവിധ മേഖലകളിലെ ഗവൺമെന്റിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സർഗാത്മകമായ പ്രതിഷേധം എഴുത്തുകാർ ഇപ്പം ഇത് ഞങ്ങളാരും ചെയ്തതല്ലല്ലോ, ഇപ്പം ഞങ്ങൾ പുറത്തിറക്കിയ പാട്ടാണ്. ഇത് എഴുതിയ ആളെ കണ്ടെത്തിയതും പാട്ട് പാടിയ ആളെ കണ്ടെത്തിയതും ഞാൻ ഡൽഹിയിൽ പാടിയതിനു ശേഷം മാധ്യമങ്ങളാണ് ഇവരെ അന്വേഷിച്ചു പോയി കണ്ടെത്തിയത്. ഞങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നവരല്ല, ഞങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിലും ഇത് വന്നതല്ല, ഞങ്ങളാരും ചെയ്തതല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ട് സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. നമ്മുടെ വീട്ടിൽ സ്വീകരണ മുറിയിൽ ഇരുന്ന് പാടിയാൽ പോലും വൈറലാകുന്ന കാലത്ത് ഇതൊക്കെ അതിൻ്റെ ഒരു ആ സ്പിരിറ്റിൽ എന്തുകൊണ്ട് CPM പോലെ കലാകാരന്മാരൊക്കെ ഉള്ള ഒരു പാർട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതിഷേധിച്ചില്ല. ദിശാഗതിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് പ്രതിഷേധിച്ചത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദിശാഗതിയിൽ പ്രതിഷേധിക്കുക, നേരെ പോയി ഒരു പാട്ടിനെതിരെ പരാതി കൊടുക്കുക. ഈ കോമഡിയല്ലേ നടക്കുന്നത്? പ്രതിഷേധിക്കുക.